ഇന്നലെ സ്പെയിൻ്റെ കളി കണ്ടിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒന്ന് ഹറിബറി ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഓഫീസിലോട്ട് പോകാൻ നേരത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. കിക്കർ അടിച്ചു, സെൽഫ് അടിച്ചു, ഒരുപാട് തവണ ട്രൈ ചെയ്തു. അവസാനം ബൈക്ക് സ്റ്റാർട്ടായി. അങ്ങനെ ടോട്ടലി ലേറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ഞാൻ ഓടി ഒരു 3-4 കിലോമീറ്ററൊക്കെ ഓടിയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അതായത് നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. ആൾ ഫ്രണ്ട് എടുക്കുന്നുണ്ട്, ബാക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോൺ അടിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എത്ര ഹോൺ അടിച്ചിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അവർ വളരെ സ്ലോ ആയിട്ട് തിരക്കൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ കുറേ ഹോൺ അടിച്ചു. എൻ്റെ ബാക്കിൽ പിന്നെ ഒരു കാർ ഉണ്ടായിരുന്നു, അവർ ഹോൺ അടിക്കുന്നുണ്ട്. അയാളൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ ആ ഓട്ടോറിക്ഷ സ്ട്രൈറ്റ് ആയിട്ട് വന്നു. അതായത് തിരിച്ചിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്നെ അത്ഭുതപ്പെടുത്തി. അതിങ്ങനെയായിരുന്നു: ഓവർ തിങ്കിങ് കിൽസ് യുവർ ഹാപ്പിനെസ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ലിവ് ദ മൂമെൻറ്റ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അത് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. കാരണം ഞാൻ രാവിലെ തന്നെ ഓഫീസിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഹറിബറി ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ സ്ട്രെസ്ഡാണ്, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വായിച്ചോടുകൂടി ഞാൻ എന്ത് ചെയ്യും, കുറച്ച് കൂളായി. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഓട്ടോ എൻ്റെ മുന്നിൽ പോകുമ്പോൾ തോറും അത് റിപ്പീറ്റ് ചെയ്ത് ഞാനിങ്ങനെ വായിക്കുമ്പം അത് എന്നോട് തന്നെ ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ വളരെ കൂളായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് ഓഫീസിലോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്താനും സമയം വൈകിട്ടില്ല. പക്ഷെ നേരെ തിരിച്ച് ഞാനതൊരു സ്ട്രെസ്ഡായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം എനിക്ക് പല രീതിയിലുള്ള അപകടങ്ങളും സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം, ധൃതി പിടിച്ചിട്ടുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള യാത്രകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മളെ കാത്ത് നമ്മുടെ കുടുംബം വീട്ടിലുണ്ട്.